അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരിട്ട് ഇങ്ങോട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് വയറ്റിൽ പുരട്ടാൻ തരികയും കാശുരൂപം തരികയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥന വളരെ ശക്തമായി ചെയ്യാൻ തുടങ്ങി. ജപമാല എല്ലാനൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് ഞങ്ങളത് പഠിച്ച് ജപമാല എല്ലാം തുടങ്ങി. ഹോസ്പിറ്റലിൽ എപ്പം പോയാലും സ്കാനിങ്ങിനോ ചെക്കപ്പിനോ എന്തു പോയാലും ഞാൻ ജപമാല ചൊല്ലിയതിന് ശേഷം മാത്രമേ ഇറങ്ങുമായിരുന്നുള്ളൂ. അതിന് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം, വിശുദ്ധ തൈലം വയറ്റിൽ പുരട്ടുകയും ഉപ്പ് സേവിക്കുകയും തേൻ പുരട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് 3-ാം മാസം ആയപ്പോഴത്തേന് ഇൻഫ്ലുവൻസ വന്നു. ഭയങ്കര പനിയും ചുമയുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കും. ചുമ വരുന്ന ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു. ഞാൻ പക്ഷേ ഒറ്റ ആൻറ്റിബയോട്ടിക്സും കഴിച്ചില്ല. അമ്മ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ചൂടുവെള്ളത്തിൽ കഴിച്ച് മാത്രമാണ് എൻ്റെ അസുഖം മാറിത്തന്നത്. അങ്ങനെ എൻ്റെ ഡെലിവറി 2025 ജനുവരി 10 അമ്മ മാതാവ് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്നു.